കർത്താവായ ഈശോയിൽ ഏറ്റവും ബഹുമാന്യനായ ആദരണീയനായ ഫൊറോന വികാരിയച്ഛൻ ബിജു അച്ഛ, ഈ പരിശുദ്ധ കുർബാനയിൽ സഹകാർമ്മികരായി പങ്കുചേരുന്ന സ്നേഹമുള്ള വൈദികരെ, ഫൊറോന സംഗമത്തിന് സന്തോഷപൂർവ്വം എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, മാതാപിതാക്കന്മാരെ, യുവാക്കന്മാരെ, വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, ഏറ്റവും പ്രിയപ്പെട്ട താവളം ഫൊറോന അംഗങ്ങളെ, ബഹുമാനപ്പെട്ട ബിജു അച്ഛൻ, ഫൊറോന വികാരിയച്ഛൻ ഈ കുർബാനയുടെ ആരംഭത്തിൽ ആമുഖത്തിൽ പറഞ്ഞതുപോലെ താവളം ഫൊറോനയെ സംബന്ധിച്ച് ഇത് ഒരു ചരിത്ര നിമിഷമാണ്, ഒരു ചരിത്ര മുഹൂർത്തമാണ്. നമ്മുടെ പാലക്കാട് രൂപതയുടെ സുവർണ ജൂബിലി ആഘോഷിച്ചു കൊണ്ടിരിക്കുന്ന അവസരത്തിൽ, ഏതാണ്ട് സമാപനത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ, ഈ ജൂബിലി ആഘോഷിക്കുന്നതിൻ്റെ രീതികളെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ എല്ലാ ഫൊറോനകളിലും സംഗമങ്ങൾ നടത്തിയാൽ അത് ദൈവജനത്തിന് കൂടുതൽ പങ്കാളിത്തത്തോടെ ജൂബിലി ആഘോഷങ്ങളിൽ പങ്കുചേരാൻ സാധിക്കും എന്ന നിഗമനത്തിലെത്തി. അങ്ങനെ 11 ഫൊറോനകളിൽ സംഗമങ്ങൾ സംഘടിപ്പിച്ച് രൂപതയുടെ ജൂബിലിയുടെ ചൈതന്യം എല്ലാ മക്കളിലേക്കും എത്തിക്കുവാനുള്ള പരിശ്രമം ദൈവം ഫലമണിയിക്കുകയാണ്. 9 ഫൊറോനകൾ സംഗമങ്ങൾ പൂർത്തിയാക്കി. ഇത് 10ാമത്തെ ഫൊറോനയിൽ എത്തിയിരിക്കുകയാണ്. ഇനി ഒരു ഫൊറോന കൂടി സംഗമത്തിനുണ്ട്. ബഹുമാനപ്പെട്ട ഫൊറോന വികാരിയച്ഛൻ നമ്മുടെ കൂടെയുണ്ട്, വടക്കഞ്ചേരി ഫൊറോനയാണ്. നമ്മളെല്ലാവരും കാണുന്ന ഒരു കാര്യം, ദൈവം നമ്മൾ പ്രതീക്ഷിക്കാത്ത വിധത്തിലും രീതിയിലൊക്കെ അനുഗ്രഹിക്കുകയാണ്. എവിടെ നിന്നാണെന്നറിയില്ല, ദൈവാനുഗ്രഹം അപ്രതീക്ഷിതമായിട്ട് വന്നു ചേരുകയാണ്. ഈ ജൂബിലി ആഘോഷിക്കുന്ന ഈ വർഷത്തിൽ നമ്മുടെ രൂപതയിൽ നമ്മൾ ആരും വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറത്ത് ദൈവാനുഗ്രഹം നമുക്ക് ലഭിച്ചു. ഫൊറോന സംഗമങ്ങൾ ദൈവാനുഗ്രഹം ലഭിക്കാൻ, ദൈവത്തിന് നന്ദി പറയാൻ നമുക്ക് ലഭിച്ച ഒരു വലിയ അനുഗ്രഹമാണ്, അതിൻ്റെ ഒരു അവസരമാണ്. 11 മക്കളുള്ള മാതാപിതാക്കളുടെ ജന്മദിനം 11 മക്കളുടെയും വീടുകളിൽ മാറി മാറി ആഘോഷിച്ച് എല്ലാവരും സന്തോഷിക്കുന്നത് പോലെയാണ് നമ്മുടെ രൂപതയുടെ സുവർണ ജൂബിലി 11 ഫൊറോനകളിലായിട്ട് ആഘോഷിക്കുന്നത്. ആ മാതാപിതാക്കൾ, 50 വയസ്സിൻ്റെ ജന്മദിനം ആഘോഷിക്കുന്ന മാതാപിതാക്കൾ അവരുടെ മക്കളെയും കൊച്ചുമക്കളെയും എല്ലാം ഒരാളുടെ വീട്ടിൽ ഒരുമിച്ച് കാണുമ്പോൾ, ഒരാളുടെ വീട്ടിൽ ഒരുമിച്ച് ആഘോഷിക്കാനായിട്ട് എത്തുമ്പോൾ ആ മാതാപിതാക്കളുടെ ഹൃദയം എത്രമാത്രം സന്തുഷ്ടമാണോ അതുപോലെയാണ് നമ്മുടെ രൂപതാ മാതാവ് സന്തുഷ്ടയാണ്. രൂപതാ മാതാവിലൂടെ ദൈവത്തിന് നന്ദി പറയുമ്പോൾ അത് കൂടുതൽ അർത്ഥവത്താവുകയാണ്. ദൈവം നമുക്ക് കനിഞ്ഞു നൽകിയ അനുഗ്രഹങ്ങൾ ഓരോന്നോരോന്നായി എടുത്തു പറയുവാൻ വിവിധ പരിപാടികൾ ജൂബിലിയുടെ അവസരത്തിൽ ഈ വർഷത്തിൽ നമ്മൾ ക്രമീകരിച്ചിരുന്നു. എല്ലാം അതിൻ്റേതായ അനുഗ്രഹത്തോടെ വിജയത്തിലെത്തുവാൻ ദൈവം സഹായിച്ചു. ഇനിയും കൊച്ചു കൊച്ചു കാര്യങ്ങൾ പ്ലാൻ ചെയ്തവ മാത്രം, ഏതാനും കാര്യങ്ങൾ മാത്രം അവശേഷിക്കുന്നു. ജൂബിലിയുടെ സമാപനത്തിന് മുൻപ് സെപ്റ്റംബർ 7-ാം തീയതി നിങ്ങൾക്ക് അറിയിപ്പ് കിട്ടും. സെപ്റ്റംബർ 7-ാം തീയതിയുള്ള സമാപനത്തിന് മുൻപായി കൊച്ചു കൊച്ചു കാര്യങ്ങൾ ഇനിയും പൂർത്തിയാക്കാനുണ്ട്. ഇതെല്ലാം പൂർത്തിയാക്കി കഴിയുമ്പോൾ വലിയ അനുഗ്രഹങ്ങൾ ദൈവം നമുക്ക് തരികയാണ്. നമ്മുടെ ഈ താവളം ഫൊറോന, ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ പറഞ്ഞതുപോലെ വിഭജിക്കപ്പെടാത്ത ഒരു ഫൊറോനയാണ്. ഈ ഫൊറോനയിൽ നിന്ന് മറ്റൊരു ഫൊറോനയോ മറ്റെന്തെങ്കിലുമൊക്കെയോ രൂപീകൃതമായിട്ടില്ല. ഇത് ഇങ്ങനെ തന്നെ വലിയ തലയെടുപ്പോടുകൂടി നമ്മുടെ താവളം ഹോളി ട്രിനിറ്റി ഫൊറോന പള്ളിയും അതിനോടനുബന്ധിച്ചുള്ള മറ്റു പള്ളികളും സ്ഥാപനങ്ങളും പ്രസ്ഥാനങ്ങളും ഒക്കെ നിലകൊള്ളുകയാണ്. ബിജു അച്ഛൻ അത് നേരത്തെ സൂചിപ്പിച്ചു.
വിഭജിക്കപ്പെടാത്ത ഫറോനയാണ്. അത് ഭരണ സൗകര്യത്തിന് വേണ്ടിയുള്ള ഒരു വിഭജനം മാത്രമായിട്ട് കണക്കാക്കണ്ട. ആത്മീയ കാര്യങ്ങൾ സൗകര്യപൂർവ്വം ചെയ്തു കൊടുക്കാനുള്ള ഒരു സംവിധാനം ക്രമീകരിക്കുന്നതിൻ്റെ ഭാഗമായി മറ്റൊരു ഫറോനയോ മറ്റൊരു കാര്യങ്ങളോ ഒക്കെ രൂപപ്പെടുന്നത് പോലെ അങ്ങനെ കണക്കാക്കുന്നതിനേക്കാൾ ഉപരി കുറച്ചുകൂടി ആഴത്തിലുള്ള അർത്ഥം ഞാനതിന് കാണുകയാണ്. താവളം ഫറോന വിഭജിക്കപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ താവളം ഫറോനയിൽ മനോഹരമായ ഒരു സ്നേഹത്തിൻ്റെ കൂട്ടായ്മ നിലനിൽക്കുന്നു എന്നാണ്. ഒരിക്കലും തല്ലി തകർക്കാൻ പറ്റാത്ത വിധത്തിൽ, ഒരിക്കലും ഒരു അഭിപ്രായ ഭിന്നതകളുടെ സ്വരം കേൾപ്പിച്ച് മാറി നിൽക്കുന്ന രീതിയിൽ വിഭജിക്കപ്പെടാത്ത ഒരു രൂപത, ഒരു ഫറോന, ഒരു വലിയ സ്നേഹത്തിൻ്റെ കൂട്ടായ്മ, എടുത്തു പറയത്തക്ക ഒരു സ്നേഹത്തിൻ്റെ കൂട്ടായ്മ നമ്മുടെ ഈ താവളം ഫറോനയിലുണ്ട്. എന്നെ സംബന്ധിച്ച് എൻ്റെ പൗരോഹിത്യത്തിൻ്റെ ആദ്യത്തെ വർഷങ്ങൾ താവളം ഫറോനയിലെ ചില പള്ളികളിലായിരുന്നു എന്നുള്ളത് ഏറെ സന്തോഷകരമാണ്. അതുകൊണ്ട് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ തന്നെയാണ് ഞാൻ പറയുന്നത്. ഇത് ഒരു സ്നേഹത്തിൻ്റെ വലിയ കൂട്ടായ്മയുള്ള ഒരു ഇടവകയാണ്, ഒരു ഫറോനയാണ്. ഇടവകകളും ഫറോനകളുമാണ്. ആ ഒരു സ്നേഹത്തിൻ്റെ കൂട്ടായ്മ എന്നെന്നും നിലനിൽക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. പാലക്കാട് രൂപതയ്ക്ക് ഒരു പ്രേഷിത സ്വഭാവമുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. ഒരു പ്രേഷിത രൂപതയാണ്, ഒരു മിഷൻ രൂപതയാണ് പാലക്കാടെന്ന് ലോകത്തിലുള്ള എല്ലാവർക്കും, നമ്മുടെ രൂപതയെക്കുറിച്ച് അറിയാവുന്ന എല്ലാവർക്കും അത് മനസ്സിലായിട്ടുണ്ട്. പാലക്കാട് രൂപത ഒരു മിഷൻ രൂപതയാണ്, പ്രേഷിത രൂപതയാണ്. അതുകൊണ്ട് മിഷൻ ചൈതന്യത്തോടെ, പ്രേഷിത ചൈതന്യത്തോടെ ശുശ്രൂഷ ചെയ്യാൻ എല്ലാ വൈദികർക്കും സമർപ്പിതർക്കും ദൈവജനത്തിനും സാധിക്കുന്നു. പാലക്കാട് രൂപതയുടെ പ്രേഷിത മുഖം, ഒരു മിഷൻ്റെ മുഖം പ്രത്യേകം പ്രൊജക്റ്റ് ചെയ്യുന്ന, എടുത്തു കാണിക്കുന്ന ഒരു മേഖലയാണ്, ഫറോനയാണ്, താവളം എന്ന് ഞാൻ പറയാതെ അറിയാം. വലിയ മിഷൻ ചൈതന്യം, ഒരു പ്രേഷിത അരൂപി ഈ താവളം ഫറോനയിലുണ്ട്. ഈ ഫറോനയ്ക്ക് ഇത്തരത്തിലുള്ള ഒരു പ്രേഷിത അരൂപി കൊടുത്തതാരാ? ഇതിനെ ഒരു മിഷൻ കേന്ദ്രം പോലെ, ഒരു മിഷൻ സെൻറ്റർ പോലെ ആക്കിയതാരാണ്? മിഷൻ സെൻറ്റർ അല്ലെങ്കിൽ പ്രേഷിത കേന്ദ്രം എന്ന് പറയുമ്പോൾ നമ്മുടെ ഇടവകകളിലുള്ള ഓരോ കുടുംബത്തിലേക്കും ദൈവത്തെയും ദൈവവിശ്വാസത്തെയും സ്വർഗീയ കാര്യങ്ങളെക്കുറിച്ചുമൊക്കെയുള്ള അറിവ് പകർന്നു തരാൻ ത്യാഗബുദ്ധിയോടെ നേതൃത്വം കൊടുത്ത മിഷണറിമാരായ വൈദികരും സമർപ്പിതരും നമുക്കുണ്ടായിരുന്നു. അവർക്കെല്ലാവർക്കും നേതൃത്വം കൊടുക്കുവാൻ, അജപാലന ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുവാൻ അഭിവന്ദ്യരായ പിതാക്കന്മാർ തൃശ്ശൂർ അതിരൂപതയിലെയും നമ്മുടെ രൂപതയിലെയും ഒക്കെ പിതാക്കന്മാർ, മെത്രാന്മാർ ഇത്രമാത്രം അഭിലഷിച്ചിരുന്നു. അഭിവന്ദ്യ ജോസഫ് ഇരുമ്പൻ പിതാവ് നമ്മുടെ രൂപതയുടെ പ്രഥമ മെത്രാൻ ഈ മിഷൻ പ്രദേശത്തെ ഒരു നല്ല മിഷൻ പ്രദേശമായി തന്നെ കണക്കാക്കി. അഭിവന്ദ്യ ഇരുമ്പൻ പിതാവിന് ഈ താവളം ഫറോനയോട്, ഈ മേഖലയോട് പ്രത്യേകമായ സ്നേഹവാത്സല്യങ്ങൾ ഉണ്ടായിരുന്നു. പിതാവിൻ്റെ സന്ദർശനങ്ങളിൽ ചിലത് എൻ്റെ സ്മരണയിലും വരുന്നുണ്ട്. പിതാവ് എത്ര ത്യാഗം സഹിച്ച് ഈ പ്രദേശങ്ങൾ സന്ദർശിച്ചിരുന്നു എന്ന്. പ്രത്യേകമായൊരു ശ്രദ്ധ താവളം മേഖലയോട്, ഈ ഫറോനയോട് കാണിച്ചിരുന്നു. അതൊരു പ്രേഷിത അരൂപിയുടെ ശ്രദ്ധയാണ്. അതുപോലെ തന്നെ അഭിവന്ദ്യ ജേക്കബ് മനത്തോടത്ത് പിതാവ് നമ്മുടെ ഈ ഫറോനയോട് കാണിച്ച സ്നേഹവാത്സല്യങ്ങൾ എല്ലാവർക്കും അറിയാം. ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ, ഓരോ കുടുംബത്തിൻ്റെയും ആവശ്യങ്ങൾ മനസ്സിലാക്കി അതിന് പ്രയോറിറ്റി നിശ്ചയിച്ച്, മുൻഗണന നിശ്ചയിച്ച് ബഹുമാനപ്പെട്ട വികാരിയച്ഛന്മാരുടെയൊക്കെ നേതൃത്വത്തിൽ ചില കാര്യങ്ങൾക്ക് മുൻഗണന നിശ്ചയിച്ച് സഹായങ്ങൾ നൽകിയത് നമുക്കറിയാം, പരിഗണന നൽകിയത് നമുക്കറിയാം. അപ്പോൾ മറ്റ് ഭാഗങ്ങളിലേക്കാൾ കൂടുതൽ ഒരു ശ്രദ്ധ നമ്മുടെ ഈ താവളം മേഖലയ്ക്ക് അജപാലനപരമായ ഒരു ശ്രദ്ധ ലഭിച്ചിട്ടുണ്ട്. ഈ മേഖല, ഈ ഫറോന. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് ഇങ്ങനെ വിശ്വാസികളായിട്ട് ദൈവസന്നിധിയിൽ ഇവിടെ വന്നു ചേർന്നിരിക്കുന്നത് ഞാനീ പറഞ്ഞ പിതാക്കന്മാരും അതുപോലെ ആദ്യകാലങ്ങളിലും അതുപോലെ ഇപ്പോഴുമൊക്കെ നമുക്ക് വേണ്ടി അധ്വാനിക്കുന്ന നല്ല വൈദികരും നല്ല സമർപ്പിതരും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെയാണ്. നമ്മുടെ ഈ ഫറോന കൂട്ടായ്മകളിൽ, ഈ കൂട്ടായ്മയിൽ ഇപ്രകാരം ഒരു കൂട്ടായ്മയായി നമ്മെ നിലനിർത്തുന്നത്
പാലക്കാട് രൂപതയുടെ അംഗങ്ങളായ നമ്മൾ പോലെ തന്നെ നമ്മുടെ സഹോദര സഭകളിലെ വൈദികരും പിതാക്കന്മാരും സമർപ്പിതരുമൊക്കെ നമ്മോടൊപ്പമുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ലത്തീൻ സഭയിൽപ്പെട്ട സുൽത്താൻപേട്ട രൂപതയിൽപ്പെട്ട വൈദികർ, അവിടുത്തെ ദേവാലയങ്ങൾ, അതുപോലെ മൂവാറ്റുപുഴ രൂപതയിലെ മലങ്കര രൂപതയിലെ അഭിവന്യ തിയഡോഷ്യസ് പിതാവും അതുപോലെ വൈദികർ, അവരുടെ ദേവാലയങ്ങൾ ഇവിടെയുള്ളവർ, അവരുടെ സമർപ്പിതർ, അങ്ങനെ ആ സമൂഹത്തിൽപ്പെട്ടവർ, ആ സഭയിൽപ്പെട്ടവർ, ഇങ്ങനെ നമ്മൾ എല്ലാവരും ചേർന്ന് ഒരു സ്നേഹക്കൂട്ടായ്മ സ്ഥാപിച്ചിട്ടുണ്ട്. വിഭജിക്കാനാവാത്ത, വേർപെടുത്താനാവാത്ത ഒരു സ്നേഹക്കൂട്ടായ്മ, അതൊരു ദൈവിക കൂട്ടായ്മയാണ്. കത്തോലിക്കാ സഭയിലെ ഈ 3 സഭാവിഭാഗങ്ങളും, സീറോ മലബാർ സഭയും ലത്തീൻ സഭയും മലങ്കര സഭയും കത്തോലിക്കാ സഭ കൂട്ടായ്മയാണ്. ഈ കൂട്ടായ്മയെ കൂടാതെ മറ്റ് സഹോദര സഭകൾ, യാക്കോബായ സഭയിലെയും അതുപോലെ ഓർത്തഡോക്സ് സഭയിലെയും മാർത്തോമാ സഭകളിലെയൊക്കെ സഹോദരങ്ങൾ, വൈദികർ, ദൈവജനമൊക്കെ നമ്മുടെ ഈ രൂപതയുടെ ഭാഗങ്ങളാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ അവരുമായിട്ടുള്ള ഒരു സാഹോദര്യ ബന്ധത്തിലാണ് കഴിയുന്നത്. അതുപോലെ മറ്റു മതക്കാർ, ഹൈന്ദവ സമുദായത്തിൽ, മുസ്ലിം സമുദായത്തിൽ, അതുപോലെ ഈ നാട്ടിലുള്ള സഹോദരങ്ങൾ, ഇവിടെ ഉണ്ടായിട്ടുള്ളവർ, ഇങ്ങനെയൊക്കെ ഇടകലർന്ന് ജീവിക്കുന്ന ഒരു ഒന്നാന്തരം സഭാ സമൂഹമാണ് നമ്മുടേത്. അതുകൊണ്ട് പാലക്കാട് രൂപതയെ സംബന്ധിച്ച് താവളം ഫൊറോന ഒരു പ്രേക്ഷിത അഭിമാനത്തിൻ്റെ മേഖലയാണ്, പ്രേക്ഷിത അഭിമാനമാണ്. അട്ടപ്പാടിയെ സംബന്ധിച്ച്, താവളം ഫൊറോനയെ സംബന്ധിച്ച് ഇതൊരു അനുഗ്രഹമാണ്. പാലക്കാട് രൂപതയ്ക്ക് ഒരു അനുഗ്രഹം തന്നെയാണ് രൂപത. ഈ പ്രദേശം, ഈ താവളം ഒരുപാട് പേരെ ദൈവം അനുഗ്രഹിച്ച് ഇവിടെ നിന്ന് ഉയർത്തിയിട്ടുണ്ട്. നമ്മൾ ഇന്ന് ഈ താവളം ഫൊറോനയുടെ സംഗമം നടത്തുമ്പോൾ ദൈവം ഈ ഫൊറോനയ്ക്ക് തന്നിട്ടുള്ള കാണാവുന്ന കുറേയേറെ അനുഗ്രഹങ്ങളുണ്ട്, കാണപ്പെടുന്ന കുറേ അനുഗ്രഹങ്ങളുണ്ട്. കാണാമറയത്തുള്ള അനുഗ്രഹങ്ങൾ വർണ്ണിക്കാൻ ആർക്ക് സാധിക്കും? പക്ഷേ എങ്കിലും നമ്മൾ കാണാവുന്ന ചില അനുഗ്രഹങ്ങളെക്കുറിച്ച്, ഈ കൂട്ടായ്മയിലുള്ള കാണാവുന്ന ചില അനുഗ്രഹങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയാണ്. നമ്മുടെ ഈ ഫൊറോനയിൽ പാലക്കാട് രൂപതയുടേത് 15 പള്ളികളാണല്ലോ, 15 പള്ളികൾ. മറ്റ് സഭാ സമൂഹത്തിലെ ലത്തീൻ സഭയിലെയും മലങ്കര സഭയെയും പള്ളികൾ നമുക്കറിയാം. പക്ഷെ നമ്മൾ പാലക്കാട് രൂപതയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ 15 ദേവാലയങ്ങൾ ഈ പ്രദേശത്ത് ഉയർന്നു വന്നു. നമ്മളിപ്പോൾ ആയിരിക്കുന്ന നമ്മുടെ ഫൊറോന ദേവാലയം ഹോളി ട്രിനിറ്റി, പരിശുദ്ധ ത്രിത്വത്തിൻ്റെ നാമത്തിലുള്ള ദേവാലയം, അവിടെയുള്ള വികാരിയച്ഛൻ ബഹുമാനപ്പെട്ട ബിജു പ്ലാത്തോട്ടത്തിലച്ഛനും മെൽവിൻ ചെറമേലച്ഛനും നമ്മളുടെ അജപാലകരാണ് താവളം ഹോളി ട്രിനിറ്റി ഫൊറോന പള്ളിയിലെ. അതുപോലെ അഗളി ഫാത്തിമ മാതാ പള്ളി നമ്മുടെ രൂപതയിലെ ഒന്നാന്തരം ഒരു ചൈതന്യവത്തായ ദേവാലയമാണ്. ഇപ്പോഴത്തെ വികാരിയച്ഛൻ ബഹുമാനപ്പെട്ട മാർട്ടിൻ ഏറ്റുമാനൂക്കാരനച്ഛൻ. ചിറ്റൂര് സെൻറ് തോമസ് പള്ളി ബഹുമാനപ്പെട്ട ജോസഫ് അറയ്ക്കലച്ഛൻ വികാരിയായിരിക്കുന്ന ആ ദേവാലയം ഈ ഫൊറോന കൂട്ടായ്മ. ധോണികുണ്ടിലെ സെൻറ് ക്ലെമൻസ് പള്ളി ബഹുമാനപ്പെട്ട ജോൺ മരിയ വിയാനി ഒലക്കേങ്കിലച്ഛൻ വികാരി. ജല്ലിപ്പാറയിലെ സെൻറ് പീറ്റേഴ്സ് പള്ളി വികാരി ജോൺ മരിയ വിയാനി അച്ഛൻ, അതുപോലെ തന്നെ കൊച്ചച്ഛൻ സൈമൺ കൊള്ളന്നൂരച്ഛൻ. കാരറ വിശുദ്ധ പിതാവിൻ്റെ നാമത്തിലുള്ള കാരറയിലെ ദേവാലയം ബഹുമാനപ്പെട്ട ജോഷി പുത്തമ്പരയച്ഛൻ വികാരിയായിരിക്കുന്നു. കോട്ടത്തറയിലെ വിശുദ്ധ അൽഫോൻസാമയുടെ നാമത്തിലുള്ള പള്ളി, അൽഫോൻസാമയുടെ തിരുനാൾ നമ്മൾ നാളെ ആഘോഷിക്കുകയാണല്ലോ. പക്ഷേ നാളെ ഞായറാഴ്ചയായതുകൊണ്ട് സൗകര്യാർത്ഥം ഇന്നാണ് പല സ്ഥലത്തും അൽഫോൻസാമയുടെ തിരുനാൾ ആഘോഷിക്കുക. അങ്ങനെയാണ് നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നതും. കോട്ടത്തറയിൽ അൽഫോൻസാമയുടെ നാമത്തിലുള്ള പള്ളി നിലേഷച്ചൻ തിരുത്തവിയിലച്ഛൻ വികാരി. കുറവുംപാടിയിലെ സെൻറ് സെബാസ്റ്റ്യൻസ് പള്ളി ബഹുമാനപ്പെട്ട ആനന്ദ് അമ്പൂക്കച്ചൻ. പല്ലിയറ സെൻറ് മേരീസ് പള്ളി വീണ്ടും മാർട്ടിൻ ഏറ്റുമാനൂക്കാരനച്ഛൻ. പുലിയറയിലെ സെൻറ് ജോർജ് പള്ളി വീണ്ടും ആനന്ദ് അമ്പൂക്കനച്ഛൻ. ശാന്തിതടം ശാന്തിനാഥ പള്ളി വികാരി ബഹുമാനപ്പെട്ട ജോഷിയച്ഛൻ പുത്തമ്പുര. ഷോളയൂർ സെയിൻറ്റ് ആൻ്റണി പള്ളി ബഹുമാനപ്പെട്ട നിലേഷച്ചൻ വികാരി. തൃത്തുമലയിലെ ഹോളി ട്രിനിറ്റി പള്ളി ബഹുമാനപ്പെട്ട ജോസ് ചെനിയറച്ചൻ വികാരിയായിരിക്കുന്നു. ഉണ്ണിമലയിലെ ഇൻഫൻറ്റ് ജീസസ് പള്ളി ബഹുമാനപ്പെട്ട ആനന്ദ് അമ്പൂക്കനച്ഛൻ വികാരി നമുക്കറിയാം. വയലൂർ ഇൻഫൻറ്റ് ജീസസ് പള്ളി ഉണ്ണിമിശിഹ പള്ളി ബഹുമാനപ്പെട്ട ജോസഫ് അറയ്ക്കലച്ഛൻ വികാരിയായിരിക്കും. ഈ 15 പള്ളികളുടെ കൂട്ടായ്മ, ദേവാലയങ്ങളുടെ കൂട്ടായ്മ, ഇടവകകളുടെ കൂട്ടായ്മ, ഇടവകയിലെ വൈദികരുടെ കൂട്ടായ്മ, അതുപോലെ ഇടവകയിൽ സേവനം ചെയ്യുന്ന കൈക്കാരന്മാർ വളരെ ആഘോഷമായിട്ട് നമ്മൾ ഓഫറിട്ട് നടത്തി, അല്ലെങ്കിൽ നമ്മൾ കാഴ്ച അർപ്പണം നടത്തി. ഇടവകകളിലെ കൈക്കാരന്മാർ വലിയ സന്തോഷത്തോടും
ഒക്കെയാണ് ഈ കാഴ്ച സമർപ്പണത്തിന് അവരെത്തിച്ചേർന്നത്, കൈക്കാരന്മാർ. അതുപോലെ ഈ പറഞ്ഞ ഇടവകളിലെ ദൈവജനം, നമ്മൾ ഓരോരുത്തരും ഈ ദൈവജനത്തിൻ്റെ പ്രതിനിധികളായിട്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്, ദൈവജനത്തിൻ്റെ പ്രതിനിധികൾ. അപ്പോൾ ഈ ഇടവക സമൂഹം, വൈദികർ, ദേവാലയങ്ങൾ, ഇങ്ങനെയുള്ളതെല്ലാം നമുക്ക് വലിയ അനുഗ്രഹമായിട്ട് കാണപ്പെടുന്ന അനുഗ്രഹമായിട്ട് ദൈവം തന്നിരിക്കുകയാണ്. നമ്മുടെ ഈ താവളം ഫൊറോനയിൽ കുറച്ച് കാലങ്ങൾക്ക് മുൻപ് വരെയുള്ള കണക്കനുസരിച്ച് 1400ഓളം കുടുംബങ്ങളാണ്, 1400 ചില്ലുവാനും കുടുംബങ്ങളുണ്ട് മൊത്തം ഫൊറോനകളിൽ, ഞാൻ ഈ പറഞ്ഞ ഇടവുകളിലെല്ലാം കൂടി. ഇപ്പോൾ കുറച്ച് കുറവ് അതിന് വന്നിട്ടുണ്ടാകാം. മൊത്തത്തിൽ നമ്മൾ 6600ഓളം ദൈവജനമാണ് ഈ ഫൊറോനകളിൽ മൊത്തമായിട്ട്, ഈ ഫൊറോനയിലുള്ളത് എല്ലാ പള്ളികളിലും കൂടി. ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ എണ്ണത്തിൽ ഒരല്പം കുറവ് വന്നിട്ടുണ്ടാകാം. 6600ഓളം മനുഷ്യർ, വിശ്വാസികൾ. 10 അച്ഛന്മാർ, ഇടവക വൈദികർ ജോലി ചെയ്യുന്നു, 5 പേര്, കൂടാതെ 5 പേര് ഈ സെഹിയോൻ ധ്യാന കേന്ദ്രത്തിലുണ്ട്. നമുക്ക് പുരുഷന്മാരായിട്ടുള്ള സന്യാസിമാരുടെ ഭവനങ്ങൾ, അച്ഛന്മാരുടെ ഭവനങ്ങൾ, ഒരു വീടുകളല്ല, അവിടെ സന്യാസ ഭവനങ്ങൾ 8 എണ്ണം നമ്മുടെ ഈ ഫൊറോനയിലുണ്ട്. പാക്കുളത്തുള്ള സെൻറ്റ് ജോസഫ് ഭവൻ CMI, CSTക്കാരുടെ ലിറ്റിൽ ഫ്ലവർ ജെല്ലിപ്പാറ, സെൻറ്റ് ബെയ്സിൽ ആശ്രം നക്കുപ്പതി, ശാന്തിഗ്രാം പെട്ടിക്കൽ CSTക്കാരുടെ ഭവനങ്ങൾ. അതുപോലെ OFM കപ്പൂച്ചിൻ അച്ഛന്മാരുടെ ഭവനങ്ങൾ അസീസി ഗ്രാമാശ്രമം നരസിമുക്കിൽ. അതുപോലെ റൊഗാത്ത ആശ്രമം കോട്ടത്ര, റൊഗാത്ത അച്ഛന്മാർ, റൊഗേഷനിസ്റ്റ്. അതുപോലെ PDMലെ ബഹുമാനപ്പെട്ട വട്ടായച്ചനും ബിനോയിച്ചനും ഒക്കെ നേതൃത്വം കൊടുക്കുന്ന PDM പാടവയലിലും റൂഹ മൗണ്ടിലും 8ഓളം സന്യാസ ഭവനങ്ങൾ വൈദികരുടേത്. 18 സിസ്റ്റേഴ്സിൻ്റെ ഭവനങ്ങളാണ്, 6 കോൺഗ്രിഗേഷനിലായിട്ട്, 6 സന്യാസ സഭകളിലായിട്ട് 18 സന്യാസ ഭവനങ്ങൾ സിസ്റ്റേഴ്സിൻ്റേത്. CMCക്കാരുടെ 8 ഭവനങ്ങൾ, മർത്ത സിസ്റ്റേഴ്സിൻ്റെ 5 കോൺവെൻറ്റുകൾ, SABS അഡോറേഷൻ സിസ്റ്റേഴ്സിൻ്റെ 2 കോൺവെൻറ്റുകൾ, ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് സിസ്റ്റേഴ്സ് 1 കോൺവെൻറ്റ്, ഹോളി ഫാമിലി 1 കോൺവെൻറ്റ്, അഭിഷേകാഗ്നി സിസ്റ്റേഴ്സ് 1 കോൺവെൻറ്റ്. ഇങ്ങനെ നമുക്ക് 18ഓളം സന്യാസിനിമാരുടെ ഭവനങ്ങളാണ്. ഇങ്ങനെയുള്ള ഈ ഭവനങ്ങളും അവരുടെ സ്ഥാപനങ്ങൾ, അവർ നടത്തുന്ന സ്ഥാപനങ്ങൾ, അതുപോലെ ഫോർമേഷൻ പരിശീലന ഭവനങ്ങൾ, ഇതെല്ലാം നമ്മുടെ ഈ പ്രദേശത്ത് ദൈവം നമുക്ക് കാണാൻ പറ്റുന്ന വിധത്തിലുള്ള അനുഗ്രഹങ്ങൾ തന്നിട്ടുള്ളവയാണ്. സഹോദരങ്ങളെ, ഇപ്രകാരമുള്ള ഈ സ്ഥാപനങ്ങൾ, നമ്മുടെ ദേവാലയങ്ങളും നമ്മുടെ സമർപ്പിതരും അവരുടെ ഭവനങ്ങളും എല്ലാം ചേർന്നാണ് നമ്മുടെ ഈ പ്രദേശത്തെ ഒരു വലിയ കൂട്ടായ്മയായി നിലനിർത്തുന്നത്. ദൈവജനത്തെ ബന്ധിപ്പിച്ചു നിർത്താൻ, ദൈവജനത്തിന് അഭിവൃദ്ധി ഉണ്ടാകാൻ ദൈവം നിയോഗിച്ച പ്രേക്ഷിതരാണ് ഈ പറഞ്ഞ സഭാസമൂഹത്തിലുള്ളവരും ഇടവക വൈദികരും മറ്റെല്ലാവരും. നമ്മുടെ ഈ താവളം ഫൊറോനയിൽ നിന്ന്, ഫൊറോന മൊത്തത്തിൽ നോക്കുമ്പോൾ എത്രമാത്രം ദൈവവിളിയാണ്, പൗരോഹിത്യത്തിലേക്കും സമർപ്പിത ജീവിതത്തിലേക്കും കുടുംബജീവിതത്തിലേക്കുമൊക്കെയുള്ള വിളി തന്ന് മാതൃകാപരമായ രീതിയിൽ ജീവിതം നയിക്കുന്ന വിളി ലഭിച്ചവർ എത്രമാത്രമാണ്. വൈദികർ ഇന്ന് ഈ സമർപ്പിത കൂട്ടായ്മയിൽ, ഈ സംഗമത്തിൽ, ഈ ഫൊറോന സംഗമത്തിൽ പരിശുദ്ധ കുർബാനയ്ക്കൊക്കെ ആയിട്ട് എത്തിച്ചേർന്നിരിക്കുന്ന വൈദികരെ നമ്മൾ നോക്കുക. നമ്മുടെ ഈ താവളം ഫൊറോനയിൽ മൊത്തമായിട്ടുള്ള ഇടവകളിൽ നിന്ന്, തിരുത്തുമല ഇടവകയിൽ നിന്നൊക്കെ നമുക്കറിയാം അച്ഛന്മാരുള്ളത്. നമ്മുടെ രൂപതയിലെ ബിഷപ്പ് ഹൗസിൽ എൻ്റെ തൊട്ടടുത്ത സഹായിയായിട്ട് ചാൻസലറായിട്ട് ജോലി ചെയ്യുന്ന ബഹുമാനപ്പെട്ട GB എട്ടൊന്നിൽ അച്ഛനൊക്കെ നമ്മുടെ ഈ താവളം ഫൊറോനയുടെ സംഭാവനയാണ്. അതുപോലെ ഫൊറോന വികാരി, വടക്കഞ്ചേരി ഫൊറോന വികാരി ബഹുമാനപ്പെട്ട റെജി പെരുമ്പള്ളി അച്ഛൻ പോയിട്ടും പോകാത്തവനെ പോലെ ഇവിടെ തന്നെ, ഞാനിവിടെ തന്നെ ഉള്ളെന്നുള്ള രീതിയിലാണ് അച്ഛൻ്റെ രീതികൾ. അച്ഛൻ അത്രമാത്രം അട്ടപ്പാടിയോട്, താവളം ഫൊറോനയോടൊക്കെ ഉള്ള ബന്ധങ്ങൾ വിട്ടുപോകാൻ, വിഭജിക്കപ്പെടാൻ എന്ന് പറഞ്ഞ ഇഷ്ടമില്ല എന്ന രീതിയിലാണ്. അതുപോലെയുള്ള വൈദികർ ഞാൻ പേരെടുത്ത് പറയുന്നില്ല, തിരുത്തുമലയിലും ജെല്ലിപ്പാറയിലും ഇവിടെയൊക്കെയുള്ള വൈദികർ പലരുണ്ട്, സാധിക്കുന്നിടത്തോളം പേരൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതുപോലെ സമർപ്പിതർ സിസ്റ്റേഴ്സ് നമ്മുടെ ഈ ഫൊറോനയിൽ നിന്നുണ്ട്, എണ്ണമെടുത്താൽ കുറച്ചധികം പേരൊക്കെ ഉണ്ട്, എണ്ണമെടുത്തിട്ടില്ല. അപ്പോൾ അവരെയൊക്കെ ദൈവം തന്നു. കുടുംബജീവിതം നയിക്കുന്നവർ നിങ്ങളാണല്ലോ ഈ ദൈവജനമെന്ന് പറയുന്നതിൽ പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്നവർ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വലിയ സമൂഹം, വിശ്വാസി സമൂഹത്തെ വിശ്വാസി സമൂഹമാക്കി നിലനിർത്താൻ വൈദികരുടെയും സമർപ്പിതരുടെയും ഉത്തരവാദിത്വം വേണ്ടതുപോലെ നിർവഹിച്ചിട്ടുണ്ട്.
നമ്മുടെ ഈ ഫൊറോനകളിലെ ദേവാലയങ്ങളിൽ മുൻകാലങ്ങളിൽ ജോലി ചെയ്ത വൈദികർ, അത് സന്യാസിമാരായാലും രൂപതാ വൈദികരായാലും ഒക്കെ സേവനം ചെയ്തു പോയവരൊക്കെ നമ്മൾ നന്ദിയോടെ ഓർക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ തൊട്ടടുത്ത നാളിൽ ഈ താവളം ഹോളി ട്രിനിറ്റി പള്ളി, നമ്മുടെ ഈ പള്ളിയിൽ നിന്ന് മനോഹരമായ രീതിയിൽ പള്ളി പുനർനിർമ്മിച്ചതിന് ശേഷം ഇപ്പോൾ റോമിൽ പഠനത്തിലായിരിക്കുന്ന ബഹുമാനപ്പെട്ട ജോമീസ് കൊടകശ്ശേരി അച്ഛൻ, അതുപോലെ കൊച്ചച്ഛന്മാർ, ഇടവുകളിൽ ഉണ്ടായിരുന്ന താവളത്തുള്ളവരും മറ്റ് സ്ഥലങ്ങളിലൊക്കെയുള്ള കൊച്ചച്ഛന്മാർ ഇവരെയൊക്കെ നമ്മളിന്ന് നന്ദിയോടെ ഈ കൂട്ടായ്മയിൽ അനുസ്മരിക്കുകയാണ്. ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ കാണാവുന്ന വിധത്തിലും അല്ലാത്ത വിധത്തിലുമൊക്കെ ദൈവം തന്നിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ ചില ഉദാഹരണങ്ങൾ പറഞ്ഞൊന്ന് മാത്രമേ ഉള്ളൂ. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ എവിടെ ആയിരുന്നാലും ദൈവത്തിൽ നിന്ന് കേൾക്കേണ്ട ഒരു സ്വരമുണ്ട്. നിങ്ങളൊക്കെ എനിക്ക് പ്രിയപ്പെട്ടവരാ, നിങ്ങളൊക്കെ എനിക്ക് പ്രിയപ്പെട്ടവരാ. ദൈവ സാന്നിധ്യം ഉള്ളിടത്ത് നമ്മുടെ മനസ്സ് അറിയാതെ ആഗ്രഹിക്കുന്നൊരു കാര്യമുണ്ട്. കർത്താവേ, ഞാൻ ഇവിടെ നിന്ന് വിട്ടുപോകുന്നില്ല. ഇവിടെ ആയിരിക്കുന്നത് ഏറ്റവും സുന്ദരമാണ്, ഇവിടെ ആയിരിക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠമാണ്. ഇവിടെ ആയിരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്തിൻ്റെ മനോഹരമായ പച്ചപ്പ് പിടിച്ച അട്ടപ്പാടിയുടെ സൗന്ദര്യം, നല്ല കാലാവസ്ഥ എന്ന് നമ്മൾ പറയുന്നു. അങ്ങനെയുള്ള നല്ല കാലാവസ്ഥയും പ്രകൃതി രമണീയമായ അന്തരീക്ഷമൊക്കെയുള്ള ഈ അട്ടപ്പാടി ഞങ്ങൾ പോകുന്നില്ല, ഇവിടെ താമസിക്കുകയാണ്. ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ്. അതല്ല, ഭൗതികമായ അലങ്കാരങ്ങളല്ല, ഭൗതികമായ ആകർഷണീയതയല്ല ഞങ്ങൾ ഇവിടുന്ന് വിട്ടുപോകുന്നില്ല എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം അതായിരിക്കരുത്. പിന്നെയോ കർത്താവിൻ്റെ സാന്നിധ്യമാണ്. ഈശോ രൂപാന്തരപ്പെട്ട മലയിൽ കർത്താവിൻ്റെ സാന്നിധ്യമുണ്ടായല്ലോ. ദൈവത്തിൻ്റെ സാന്നിധ്യം, പ്രവാചകരുടെ സാന്നിധ്യം, ദൈവ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുക. ഈശോയുടെ രൂപാന്തരീകരണത്തിൽ സാക്ഷ്യം വഹിച്ച ശിഷ്യന്മാർ പത്രോസ്, യാക്കോബ്, യോഹന്നാൻ, അവർ പറഞ്ഞു, കർത്താവേ, ഈ മല നല്ലതാ, ഞങ്ങൾ പോകുന്നില്ല, നീയും പോകണ്ട, ഇവിടെ ഇരുന്നു, കൂടാരങ്ങൾ നിർമ്മിക്കാം. 3 കൂടാരങ്ങൾ. ഞങ്ങളിപ്പോൾ 3 പേരെയാണ് കണ്ടത്. ഇനിയും ആൾക്കാർ വന്നാൽ ഇനിയും കൂടാരങ്ങൾ തീർക്കാൻ ഞങ്ങൾ തയ്യാറാണ്. കൂടാരങ്ങളുടെ സംഗമം ഇവിടെ ഉണ്ട്, ഞങ്ങൾ നിർമ്മിക്കാം, 3 എണ്ണം നിനക്ക് തരാം. ഇവിടെ ആയിരിക്കുന്നത് നല്ലതാ. നിന്റെ സാന്നിധ്യത്തില്, ദൈവപിതാവിൻ്റെ സാന്നിധ്യത്തില്, പ്രവാചകന്മാരുടെ സാന്നിധ്യത്തില് ഒക്കെ ആയിരിക്കുന്നത് നല്ലതാ. അതിനേക്കാൾ അപ്പുറത്ത് വേറൊന്നുമില്ല. നിദ്രാഭാരം ഉണ്ടായിരുന്നിട്ടും നമ്മൾ വായിക്കുകയാ, നിദ്രാഭാരം ഉണ്ടായിരുന്നിട്ടും പത്രോസിന് എന്ത് സംഭവിച്ചു? നിദ്രാവിവശരായിരുന്നിട്ടും പത്രോസും കൂടെയുള്ളവരും ഉണർന്നിരുന്നു. എന്തൊരു ഐശ്വര്യം, എന്തൊരു അനുഗ്രഹം! ഒരു സമയത്ത് നിദ്രാഭാരം ഉണ്ടായിരുന്ന പത്രോസൊക്കെ കിടന്നുറങ്ങിയത് നമുക്കറിയാം. വേദനാജനകമായ അന്തരീക്ഷത്തില് ഈശോയുടെ പീഡാനുഭവ വേളയിൽ കിടന്നുറങ്ങിയ പത്രോസിനെ കുറിച്ച് അറിയാം. നിദ്രാവിവശരായിരുന്ന കണ്ണുകൾ. പക്ഷെ ഇവിടെ താബോർ മലയില് ഒരു രൂപാന്തരീകരണം, ഈശോയുടെ മഹത്വം കൃത്യമായിട്ട് ദർശിക്കുന്ന സമയത്ത് നിദ്രാവിവശരായിരുന്നെങ്കിലും പത്രോസും കൂടെയുള്ളവരും ഉണർന്നിരുന്നു. അവർ അവന്റെ മഹത്വം ദർശിച്ചു. സ്നേഹമുള്ളവരെ, ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കണമെങ്കിൽ ഒരു ഉണർവ് ആവശ്യമാണ്, ഒരു ഉയർത്തെഴുന്നേൽപ്പ് ആവശ്യമാണ്. ഇതുവരെ ജീവിച്ച രീതികളിൽ നിന്ന് ജൂബിലിയുടെ ചൈതന്യം ഉൾക്കൊള്ളുന്നവര് അവന്റെ മഹത്വം ദർശിക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുകയാണ്. അവന്റെ മഹത്വം ദർശിക്കണമെങ്കിൽ ആന്തരികമായ ഒരു ഉണർവ്, ആന്തരികമായ ഒരു തീഷ്ണത. നേതൃത്വം നൽകുന്നവൻ തീഷ്ണതയോടെയാകണമെന്ന് പൗലോസ്ലീഹ നമ്മളെ ഉദ്ബോധിപ്പിച്ചില്ലേ? നേതൃത്വം നൽകുന്ന ഒരു തീഷ്ണതയോടെയാകണം. ഇടവകകളിൽ നേതൃത്വം, സന്യാസ ഭവനങ്ങളിൽ നേതൃത്വം, കുടുംബങ്ങളിൽ നേതൃത്വം തീഷ്ണതയോടെ. എന്ത് തീഷ്ണത? ദൈവത്തെ കാണുന്ന തീഷ്ണത, ദൈവത്തെ അനുഭവിക്കുന്ന തീഷ്ണത, വിശ്വാസത്തിൻ്റെ എരിയുന്ന തീഷ്ണത. അതിൽ നിന്നുകൊണ്ട് നമ്മൾ പറയുകയാ, കർത്താവേ, ഇവിടെ ആയിരിക്കുന്നത് നല്ലതാ. ഈ കൂടാരങ്ങൾ ഞങ്ങൾ കെട്ടാം. പ്രിയപ്പെട്ടവരെ, നമ്മളായിരിക്കുന്ന ഈ സെഹിയോൻ വചന കൂടാരം ചരിത്രത്തിൽ ആദ്യത്തേത് ആയിട്ട് ഇങ്ങനെ ഒരു സമ്മേളനം നടക്കുകയാ. ഇതുവരെ ദൈവവചനത്തിന് വേണ്ടി, പ്രഘോഷണത്തിന് വേണ്ടി മാത്രം ഉപയോഗിച്ചിരുന്ന, വിശുദ്ധ കുർബാനയ്ക്കും വചനപ്രഘോഷത്തിനുമൊക്കെയായി മാറ്റിവെച്ചിരുന്ന ഈ ഭവനം, ഈ കൂടാരം ഇപ്പോൾ ഇങ്ങനെയൊരു മഹത്തായ സംഗമത്തിന് സാക്ഷ്യം വഹിക്കുക. നമ്മുടെ രൂപതയിലെ ഒരു മഹത്തായ സംഗമത്തിന് സാക്ഷ്യം വഹിക്കുക. ദൈവത്തെ നമ്മൾ കാണുകയാ, ദൈവത്തെ നമ്മൾ അറിയുകയാ, ദൈവത്തെ അനുഭവിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ കൂടാരങ്ങൾ കെട്ടി ദൈവത്തെ നമ്മുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുകയാണ്.
പുറമെ എങ്ങുമല്ല കൂടാരങ്ങൾ കെട്ടേണ്ടത്. 3 കൂടാരങ്ങൾ കെട്ടേണ്ടത് ത്രിത്വൈക ദൈവത്തിന്, ഹോളി ട്രിനിറ്റി, ത്രിത്വൈക ദൈവത്തിന് കൂടാരങ്ങൾ കെട്ടേണ്ടത് ഉള്ളിൽ തന്നെയുണ്ട്. ഹൃദയത്തിൻ്റെ അറകളാ കൂടാരങ്ങൾ. ദൈവത്തിന് വസിക്കാൻ, ദൈവത്തെ പാർപ്പിക്കാൻ, കർത്താവേ നീ എൻ്റെ ഹൃദയത്തിൽ വേണം, ഈ കൂടാരങ്ങളാ ഞാൻ നിനക്ക് കിട്ടുന്നത്, നീ ഇവിടെ ആയിരിക്കണം, എൻ്റെ ഹൃദയത്തിലായിരിക്കണം, എൻ്റെ കൂടെ ആയിരിക്കണം. അതുകൊണ്ട് കൂടാരങ്ങൾ കെട്ടി ദൈവത്തെ ഉള്ളിൽ പാർപ്പിക്കാനുള്ള ഒരു അഭിനിവേശം, ഒരാഗ്രഹം, ഒരു തീഷ്ണത, എരിയുന്ന തീഷ്ണത നമുക്കുണ്ടാകട്ടെ. നമ്മുടെ ജൂബിലിയുടെയും ഈ ഫൊറോനയുടെയും സംഗമത്തിൻ്റെ ലക്ഷ്യമത ദൈവത്തെ അനുഭവിക്കാനുള്ള ഒരു എരിയുന്ന തീഷ്ണത. ദൈവത്തെ അറിയണം, അനുഭവിക്കണം. ഇവിടെ ആയിരിക്കുന്നത് നല്ലതാ. നമ്മൾ ഓരോരുത്തരും ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ ദൈവത്തെ അറിയണം, ദൈവത്തെ കണ്ടെത്തണം. നമ്മുടെ ഭവനങ്ങൾ, ഈ താവളം ഫൊറോന അനുഗ്രഹിക്കപ്പെട്ട ഒരു ഫൊറോനയാണ്, അനുഗ്രഹിക്കപ്പെട്ട ഒരു ഫൊറോനയാണ്. നമുക്കെല്ലാവർക്കും അതിനെക്കുറിച്ച് അറിയാം. കഷ്ടപ്പാടുകൾ നിരവധിയാണ്, പ്രയാസങ്ങൾ സമൃദ്ധമാണ്. നമ്മുടെ കാരണവന്മാർ അനുഭവിച്ച പ്രയാസങ്ങളുടെ പകുതി പോലും ഇപ്പോൾ ഇല്ലെന്ന് പറഞ്ഞ അതിശയോക്തിയല്ല. എങ്കിലും നമുക്ക് പ്രയാസങ്ങളുണ്ട്. പ്രയാസങ്ങളുടെ മധ്യേ ഉറച്ചു നിന്ന ഒരു വിശുദ്ധരാണ്. ജീവിതം കൊടുത്തു പോലും പ്രയാസങ്ങളുടെ മധ്യേ ധൈര്യപൂർവ്വം നിന്ന ഒരു വിശുദ്ധരാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്ന അനേകം പേരെ വിശുദ്ധരുടെ പട്ടികയിൽ ചേർക്കേണ്ടതുണ്ട്. തിരുസഭാ മാതാവിൻ്റെ ഒക്കെ ഔദ്യോഗിക വിശുദ്ധ പട്ടികയിൽ അല്ലെങ്കിൽ പോലും ഒരുപാട് പേര് വിശുദ്ധാത്മാക്കളുടെ ഗണത്തിലേക്ക് ചേർക്കപ്പെടുന്നവർ. നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് വിലയുണ്ടെന്നർത്ഥം. സഹനകരമായ, സഹനപൂരിതമായ ജീവിതം നയിക്കുന്നവരുടെ പ്രാർത്ഥനകൾക്ക് വിലയുണ്ട്. തീഷ്ണതയോടെ പ്രാർത്ഥിക്കാൻ നമുക്ക്. ദൈവം നമ്മളെ കൈവിടുകയില്ല, ഒരിക്കലും നമ്മളെ കൈവിടുകയില്ല. നമ്മുടെ ജൂബിലി ആഘോഷങ്ങൾക്ക് ശേഷം നമ്മളും ഒരു രൂപാന്തരപ്പെട്ട അവസ്ഥയിലേക്ക്, മാറ്റം വന്ന അവസ്ഥയിലേക്ക് വരാൻ കർത്താവ് സഹായിക്കട്ടെ. ഹൃദയത്തിന് മാറ്റം, പ്രവൃത്തികളിൽ മാറ്റം, ജീവിത ശൈലികളിൽ മാറ്റം, ദുശീലങ്ങളിൽ നിന്നുള്ള വിടുതൽ, ഒരുപാട് കാര്യങ്ങളുണ്ട്. എല്ലാത്തിൽ നിന്നും ഒരു ഉയർത്തെഴുന്നേൽപ്പോ അല്ലെങ്കിൽ ഒരു രൂപാന്തരീകരണമോ സംഭവിക്കുവാൻ നമ്മുടെ ജൂബിലി അവസരമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നല്ലതുപോലെ പ്രാർത്ഥിച്ചും നല്ലതുപോലെ കുമ്പസാരിച്ചും നല്ലതുപോലെ വിശുദ്ധീകരിക്കപ്പെട്ടും ഒക്കെ ജീവിക്കാൻ സാധിക്കട്ടെ. ദൈവം ജൂബിലിയെക്കുറിച്ച് പറയുന്ന നിർദ്ദേശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ജൂബിലി വർഷത്തെ നീ വിശുദ്ധീകരിക്കണമെന്നാണ്. ജൂബിലി വർഷത്തെ നീ വിശുദ്ധീകരിക്കണം. നമ്മളും നമ്മുടെ ജൂബിലി വർഷത്തെ വിശുദ്ധീകരിക്കുന്നതിന് വേണ്ടി നിരവധി ആത്മീയ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ ഫൊറോന സംഗമവും അപ്രകാരം ജൂബിലി വർഷത്തെ വിശുദ്ധീകരിക്കാൻ വേണ്ടി ദൈവം നിർദ്ദേശിച്ച ഒരു കാര്യത്തിൻ്റെ ഭാഗമാണ്. അതിൽ പങ്കുചേരുമ്പോൾ നമ്മളും വിശുദ്ധീകരിക്കപ്പെടട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും ദൈവാനുഗ്രഹം നേരുന്നു. ഈ ഫൊറോന സംഗമം ഇത്രമാത്രം അനുഗ്രഹപ്രദമായിട്ട് നടത്താൻ നിങ്ങൾക്കെല്ലാവർക്കും ദൈവം വലിയ കൃപ തന്നു, ഒരുപാട് സഹകരണം തന്നു. ഞാൻ പറഞ്ഞതുപോലെ കൂട്ടായ്മ നമുക്കുണ്ട്. അപ്പോൾ ആ കൂട്ടായ്മയോട് ചേർന്ന് ദൈവം തന്നിരിക്കുന്നൊരു കൃപയാണ്. അതിൽ ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ ദൈവം നിങ്ങൾക്ക് അനുഗ്രഹം തന്നു. ബഹുമാനപ്പെട്ട വികാരി അച്ഛനോടും ഫൊറോന വികാരി അച്ഛനോടും കൊച്ചച്ഛനോടും അതുപോലെ ഈ സംഗമം നടത്താൻ വിവിധ കമ്മിറ്റികളായിട്ട് തിരിഞ്ഞ വൈദികർ അച്ഛന്മാർ പ്രവർത്തിച്ചു. സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. നിങ്ങൾ ഓരോരുത്തരും ഇടവകയിലുള്ള കൈക്കാരന്മാരുണ്ട്. അങ്ങനെ പലരും ചേർന്ന് ഈ സംഗമ ദിവസത്തെ ഏറ്റവും അനുഗ്രഹപൂരിതമാക്കാൻ ശ്രദ്ധിച്ചു. അതിൻ്റെ ഗുണം നമുക്ക് കിട്ടും. അതുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ്. ചിലരൊക്കെ പറഞ്ഞു നമുക്ക് താവളത്തെ ഫൊറോന സംഗമം ആദ്യം നടത്താൽ മതിയായിരുന്നു, അപ്പോൾ വലിയ മഴയൊക്കെ ഉണ്ടെങ്കിൽ മാറിക്കിട്ടുമായിരുന്നു എന്നൊക്കെ ചില അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി ദൈവത്തിൻ്റെ അത്ഭുതം നേരിട്ട് കാണണമെങ്കിൽ നമ്മൾ അങ്ങനെ ക്രമീകരിച്ചാൽ പറ്റിയല്ല. ദൈവ അത്ഭുതങ്ങൾ നേരിട്ട് കാണാൻ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളും ക്രമീകരിക്കണം. അപ്പോൾ ദൈവം അത്ഭുതം പ്രവർത്തിച്ച് നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി. ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ നേരിട്ട് കാണാൻ ഇങ്ങനെയുള്ള ക്രമീകരണങ്ങൾ വഴി ദൈവം അനുഗ്രഹം തന്നിരിക്കുക. എല്ലാവർക്കും പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. ഇന്നത്തെ ഈ പരിശുദ്ധ കുർബാനയ്ക്ക് ശേഷമുള്ള പൊതു മീറ്റിങ്ങിൽ പലരെയും നമ്മൾ ആദരിക്കുന്നുണ്ട്. ജൂബിലിക്കാരായിട്ടുള്ളവരുണ്ട്, വിവിധ തരത്തിൽ അവാർഡുകളൊക്കെ വാങ്ങിയവരുണ്ട്, താവളം ഫൊറോനയ്ക്ക് അഭിമാനമായിട്ടുള്ളവരുണ്ട്, കാരണന്മാരായിട്ടിരിക്കുന്നവരുണ്ട്. അവരെയൊക്കെ നമ്മൾ ആദരിക്കുക, ബഹുമാനിക്കുക, അവരോടുള്ള നമ്മുടെ കടപ്പാട് അറിയിക്കുകയാണ്. അതുപോലെ ഞാനും വ്യക്തിപരമായിട്ട് നിങ്ങൾ പാലക്കാട് രൂപതയ്ക്ക് നൽകിയ എല്ലാ സഹായ സഹകരണങ്ങൾക്ക് പ്രത്യേകം നന്ദി പറയുകയാണ്. നിങ്ങളുടെ ചോരയും നീരുമൊക്കെ വീണ ഈ ഭൂമി, ഈ പ്രദേശം പാലക്കാട് രൂപതയ്ക്ക് ഒരു ആത്മീയ അടിത്തറയ്ക്കും കൂടെ കാരണമാണ്. നിങ്ങളുടെ വിയർപ്പും രക്തങ്ങളൊക്കെ ക്ലേശങ്ങളൊക്കെ വീണടിഞ്ഞ ഈ ഭൂമി, ഈ പ്രദേശം, ഇവിടുത്തെ മണ്ണ്, അതിൽ തൊട്ടുനിന്ന് നിങ്ങളെ ആദരിക്കേണ്ടത് തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ കാരണവന്മാരായിട്ടുള്ളവർ
നമ്മുടെ രൂപതയ്ക്ക് നൽകിയ എല്ലാ സ്നേഹ സംഭാവനകളെയും നന്ദിയോടെ ഓർക്കുന്നു. ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഫൊറോനയിലെ വിവിധ ഇടവകകളിൽ നിന്ന്, നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് നല്ല ദൈവവിളികൾ ഉണ്ടാകുവാനും വൈദികരും സമർപ്പിതരുമായ ധാരാളം പേര് ദൈവവിളി സ്വീകരിച്ച് പൗരോഹിത്യത്തിലേക്ക്, സമർപ്പിത ജീവിതത്തിലേക്ക് ദൈവവിളി സ്വീകരിച്ച് വരുവാനും ഇടവരട്ടെ. നല്ല കുടുംബജീവിതക്കാരായിട്ടുള്ളവർ രംഗത്ത് വരട്ടെ. നമ്മുടെ ഈ പ്രദേശങ്ങളിലുള്ള യുവാക്കന്മാർ, വിവാഹപ്രായം കഴിഞ്ഞിട്ടും സാധ്യമല്ലാത്ത വിധത്തിലിരിക്കുന്ന യുവാക്കന്മാർക്ക് ദൈവമായ കർത്താവ് ഉചിതമായ ജീവിത സഖികളെ നൽകി അവരെയും കുടുംബജീവിതത്തിലേക്ക് പ്രവേശിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇങ്ങനെയുള്ള പ്രാർത്ഥനകളോടുകൂടി നമ്മുടെ ജൂബിലി സംഗമങ്ങൾ നമുക്ക് പര്യവസാനിപ്പിക്കാം. നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവിധ നന്മകളും നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.